ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ട്രീ ടോപ്പ് വാക്ക് ആൻഡ് വ്യൂവിങ് ടവർ കാണാൻ വേണ്ടി നമ്മൾ വിക്ലോയിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ യാത്രയിൽ ഞാനും ഉണ്ടാവും, സോണിച്ചേട്ടനും കൂടെയാണ് വന്നിരിക്കുന്നത് കാണാൻ. നമുക്ക് ഇവിടുത്തെ എന്തൊക്കെ കാഴ്ചകളാണ് ഉള്ളതെന്ന് നമുക്ക് പോയി നോക്കാം. ആദ്യം നമ്മൾ ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി കാഴ്ചകൾ കാണാം. നമ്മൾ അവണ്ടേൽ ഹൗസിൽ മെയിനായിട്ടുള്ളത് ട്രീ ടോപ്പ് വാക്കുണ്ട്, അവണ്ടേൽ ഹൗസ് ഉണ്ട്, ഗാർഡൻ ഉണ്ട്. സോ നമ്മൾ ആദ്യം ടിക്കറ്റ് എടുക്കണം. നമ്മൾ മെയിനായിട്ട് കാണാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ ട്രീ ടോപ്പ് വാക്കാണ്. അവിടെ ഒരു പുതിയതായിട്ട് ആഡ് ചെയ്തതാണ് അല്ലേ. അപ്പം അത് നോക്കണം. നമുക്കതിനെ ഫോറസ്റ്റ് വാക്കിലേക്ക് വലിയ ഇൻട്രസ്റ്റ് ഇല്ലാതെ ഇങ്ങനെ ഡ്രോൺസ് ഒന്നും അലൗഡ് അല്ല എന്ന് പറഞ്ഞ് ഇവിടെ വെച്ചിട്ടുണ്ട് ബോർഡ്. ഡ്രോൺസ് ഒന്നും ആയിട്ട് ആരും ഇങ്ങോട്ട് കൊണ്ട് വരണ്ട. അതെ അതെ, കുറച്ച് ക്ലൗഡി ക്ലൈമറ്റാണ്. പക്ഷെ അങ്ങനെ വലിയ തണുപ്പൊന്നുമില്ല. ഓക്കെ, 17-18 ഡിഗ്രി ഉണ്ടെന്ന്. ഒരു ചെറിയ ഹിസ്റ്ററി ഇവിടെ എഴുതിയിട്ടുണ്ട്. വി വെൽക്കം യു ടു അവണ്ടേൽ ഫോറസ്റ്റ് പാർക്ക്. അതുപോലെ ഇതൊരു ഫോറസ്റ്റ് പാർക്കാണ്. എക്സ്പ്ലോർ ദ ട്രീ ടോപ്പ് വാക്ക് ആൻഡ് വ്യൂവിംഗ് ടവർ, ടേക്ക് എ ടൂർ ഓഫ് അവണ്ടേൽ ഹൗസ്, ലേൺ അബൌട്ട് ദിസ് ബെനിഫിറ്റ്സ് ഓഫ് ഫോറസ്റ്റ് ഇൻ ദ കോയിൽഡ് പാവിലിയോൺ, റിലാക്സ് ഇൻ അവർ കഫേ ആൻഡ് ഗാർഡൻസ്. എന്നിട്ടൊരു സംഭവം, വീൽ ചെയർ വരുന്നവർക്ക് ഇത് വീൽ ചെയർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഫോറസ്റ്റ് കൂടെയാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്. ഇവിടെ ചെറിയ ടോയ്ലറ്റും ബാക്കി ചെറിയ കഫേയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവണ്ടേൽ ഹൗസ് നമ്മളിവിടെയാണ് ഫോക്കസ് ചെയ്യണത്. പാർക്കിംഗ്, നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് ഇവിടെ വന്നു. ഓക്കെ, 16 യൂറോയാണ് ടിക്കറ്റിന്. ഇത് ആനുവൽ പാസ്സാണ്, 60 യൂറോ. അവണ്ടേൽ ഹൗസ് ചോദിച്ചാൽ കാരണം 16 എല്ലാം 2 യൂറോ എനിക്കറിയില്ല. ട്രീ ടോപ്പ് വാക്ക് ആൻഡ് വ്യൂവിംഗ് ടവർ 16 ആണ്. ഇവിടെ ഒരു അഡൽറ്റിന് 16 യൂറോയാണ്. ചൈൽഡിന് 3 വയസ്സിന് താഴെയുള്ള പിള്ളേർക്ക് ഇവിടെ ഫ്രീ ആണ്. 2 adults for tree top walk. 2 adults for tree top, yeah. So that is 32, please. You have to pay by card. By card, yeah. Yeah. Oh, 3 more. Oh, wait, no, nice. Okay. How come the night light not for the summertime? No, it's only it starts in autumn again. I think probably around sometime in October to start October, again. Yeah. No, it doesn't get dark early enough to have it at this time. I know, that's why. Yeah. Thank you. Thank you. നമ്മൾ ടിക്കറ്റ് എടുത്തിട്ടുണ്ട് 2 പേർക്കുള്ളത്. അപ്പോൾ പെർ അഡൽറ്റ് ചെയ്യുമ്പോൾ നമ്മൾ 16 യൂറോ ഒരാൾക്ക് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ എൻട്രൻസിൽ തന്നെ ചെറിയൊരു കഫേ കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തെങ്കിലും വേണോ ചോദിച്ചാൽ? ഇല്ല, ഞാൻ ട്രീ ടോപ്പിന് അവിടെ വെയിറ്റിംഗ് ടൈം 2 മണിയായി. എന്തെങ്കിലും കഴിച്ചിട്ട് പോകണമെങ്കിൽ ലൈറ്റ് തന്നെ ഹെവി ആയിട്ട് കഴിച്ചിട്ട് പോകും. എന്തെങ്കിലും ഹെവി തുടങ്ങിയത് ഞാൻ കണ്ടില്ലേ. കാണിക്കണം കഫേ എവിടെയാണ്? കളർഫുൾ സ്റ്റെപ്പ്. മേളിലൊക്കെ കഴിക്കാനായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടൊന്നും ഉണ്ടായിരുന്നില്ല. നമ്മൾ ജസ്റ്റ് ഇവിടെ സ്റ്റെപ്പ് ഇറങ്ങി വരുമ്പം ഇവിടെ കഴിക്കാനുള്ള കുറച്ച് അത്യാവശ്യം സാൻഡ്വിച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. ഇവിടെ എന്തൊക്കെയാണ് ഉള്ളതെന്ന് നോക്കട്ടെ. ബർഗർ കണ്ടിട്ട് നല്ലതാണ് അല്ലേ. ചിക്കൻ നഗറ്റ്സ് ആൻഡ് ഫ്രൈസ്, ചിപ്സ് ഉണ്ട്. ഇവിടെ സാൻഡ്വിച്ച് ഐറ്റംസ്, സോസേജ് റോളൊക്കെ ഉണ്ട്, കാഴ്ചയും ചിക്കൻ, പാസ്ത. ബർഗർ കഴിക്കാൻ ചിക്കൻ ബർഗർ ആയിരിക്കും. സൂപ്പ് ഓഫ് എഴുതിയിട്ടുണ്ടല്ലോ, ക്യാരറ്റ് ആൻഡ് റോസ്റ്റഡ് പെപ്പർ ചിക്കൻ സൂപ്പ്. ഞാൻ ഒരു ബർഗർ എടുക്കാം. നന്നായിട്ട് ഡിസ്പ്ലേ ഉണ്ടല്ലോ, കാണാൻ നല്ല ഭംഗിയുള്ള അടിപൊളിയുണ്ട്. നല്ല ബിഗ് ചിക്കൻ ബർഗർ എടുക്കുക. സൂപ്പല്ലേ? Can I have a soup? എന്ത് ബർഗറാണ് എവിടെ എന്ത് ബർഗറാണ്? What kind of burger is that? Pulled pork. നല്ലതായിരിക്കും. We have the vegetarian spring rolls as well with rice. Okay. I'll take one burger as well. One burger, yeah. You can have this extra bread there, okay? അപ്പോൾ ഞാൻ എൻ്റെ ഒരു ബർഗർ മേടിച്ചത് പുൾഡ് പോർക്ക് ബർഗറാണ്. ചേട്ടാ ഇവിടെ ഒരു ക്യാരറ്റ് മേടിച്ചു. സോറി, ക്യാരറ്റ് സൂപ്പ്, ക്യാരറ്റ് ആൻഡ് സോഡ ബ്രെഡ്. ദാദായുടെ വൈനാണോ? ദാദാ വൈൻ. ദാദാ
ബർഗർ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇവരെല്ലാം നല്ലതായിട്ട് പ്രസൻറ്റ് ചെയ്ത് വെച്ചേക്കണേ. കണ്ടാൽ തന്നെ എല്ലാം മേടിക്കാൻ തോന്നും. അപ്പോൾ നമ്മളിവിടെ ബില്ലടിക്കാൻ വേണ്ടി ഇവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ക്യൂവിൽ ഏതാ വേണ്ട ചായ വേണ്ട. ചൂടി വേണോ? ചായ വേണോ? വേണ്ട. ഞങ്ങൾ ഫുഡ് കൊണ്ടുവന്ന് ഇവിടെ ഒരു ടേബിളിലൊക്കെ വന്ന് സെറ്റ് ചെയ്ത് ആദ്യം തന്നെ ഭക്ഷണത്തിൽ നിന്ന് തുടങ്ങാം അല്ലേ? എങ്ങനെയുണ്ട്? സൂപ്പ് എങ്ങനെയുണ്ട്? അടിപൊളി. ക്യാരറ്റ് കോറിയൻഡർ ആൻഡ് പെപ്പറാണ്. സോഡ ബ്രെഡ്. സൂപ്പ് അത്യാവശ്യം തിക്കാന്ന് തോന്നുന്നു അല്ലേ? പിന്നെ ഞങ്ങളൊരു ഡ്രിങ്ക് മേടിച്ചത് എനിക്ക് ഇഷ്ടപ്പെട്ട, വലിയ മധുരവും ഇല്ല, 4 വൈറ്റമിൻസ് ഒക്കെ ഉള്ളൊരു സംഭവം. പിന്നെ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഇവിടെ ബാർബിക്യൂ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ പിള്ളേർക്കുള്ളൊരു പ്ലേയിങ് ഏരിയ ഉണ്ട്. കണ്ടിട്ടെല്ലാം ബുദ്ധിമുട്ട് തോന്നുന്നു. എന്ത് തിരക്കാന്ന് നോക്കിയാൽ ഇവിടെ ബാർബിക്യൂന്നതിൻ്റെ നല്ല മണം വരുന്നുണ്ട്. മണം നോക്കാം എന്താ ബാർബിക്യൂ ചെയ്യണമെന്ന്. സോസേജ് ആണെന്ന് തോന്നുന്നല്ലേ? സോസേജ്, ബർഗറിൻ്റെ ബാറ്റിയൊക്കെ. വലിയ സോസേജ്, ഡബിൾ സോസേജ്. അത്രയും വലിയ സോസേജ്. ഒന്നുകൂടി ഇരിക്കേണ്ട വരുവാണ് ശരിക്കും. ഒരു റൗണ്ട് കൂടെ അടിച്ചാലോ? തിരിച്ചു വരുമ്പോഴാട്ടെ വിടല്ലേ? എല്ലാം എക്സ്പ്ലോർ ചെയ്തേക്കാം. നമ്മൾ ഏതിലേ പോകണ്ട? നമുക്ക് ഈ ബാർബിക്യൂ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ഒരു സ്മോക്കില്ലേ, അത് ഭയങ്കര നല്ലൊരു മണം. കഫേയുടെ സ്റ്റെപ്പ് കയറി ഇവിടെ വരുമ്പോഴത്തേക്ക് ഇവിടെ സുവനീറും കാര്യങ്ങളും ചെറിയ ഷോപ്പുകളൊക്കെ ഇവിടെ ഉണ്ട്. അവണ്ടയിലിൻ്റെ ഹുഡീസ്, ബാഗ്, പിന്നെ അവരുടെ എന്തൊക്കെ ക്യാൻറ്റിൽ പ്രോഡക്ട്സ്, ഇതൊക്കെ സുവനീറാണ്. അയർലൻഡിൻ്റെ സുവനീറുകളാണ് ഇതൊക്കെ. ഓരോ ആനിമൽസാണ് അയർലൻഡിൻ്റെ സുവനീഴ്സ്. ഇത് നമ്മുടെ ഇവിടുത്തെ സുവനീർ അവണ്ടയിൽ. ഇത് നമ്മുടെ ഇതില്ല, അതിൻ്റെ പേരെന്നാ, നമ്മൾ ക്രിസ്മസിനൊക്കെ മറ്റേ ഡെക്കറേറ്റ് ചെയ്യാൻ ഉണ്ടാക്കുന്ന സാധനമല്ലേ ഇതുപോലത്തെ കളറൊക്കെ ചെയ്ത്. വാക്കുകളൊന്നും കിട്ടുന്നില്ല. പ്രായമായോ? ജനറൽ എൻട്രി റൈറ്റ് സൈഡിലാണ്. സ്കാൻ ചെയ്യേണ്ടി വരുമായിരിക്കും. ടിക്കറ്റ് ഇങ്ങനെ ഇറങ്ങിയാലോ? ജനറൽ എൻട്രി നമ്മളിതിലേ അല്ലേ ഇവിടെ സ്കാൻ ചെയ്യും. ഒരു സമയം ഒരാൾക്ക് പോകാൻ പറ്റുള്ളൂ. റിലാക്സ്, ബ്രീത്ത്, സ്ലോ ഡൗൺ, കേസ്, റിഫ്ലക്സ്, ലിസൺ, പൗസ്. സംഭവം ശ്വാസം പിടിച്ച് വായിച്ചിട്ട് തന്നെ ശ്വാസം മുട്ടുന്നു. ഫുൾ ഓഫ് വുഡനാണ്. ഫുൾ വുഡൻ. ഹാൻഡ് റെയിൽ വുഡൻ, താഴത്ത് നടക്കണത് വുഡൻ. വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് കേൾക്കുന്നുണ്ട്. പഴഞ്ഞ പോലെ ആവോ? റെയിൽവേ ട്രാക്ക് ആണോ? അതിൻ്റെ താഴത്തെ പില്ലറുകളൊക്കെ കണ്ടോ? എല്ലാം വുഡനാണ്. ലെഫ്റ്റിലേക്ക് ലവേഴ്സ് ലുക്ക് ഔട്ട്, റൈറ്റിലേക്ക് വ്യൂവിംഗ് ടവർ. നമുക്ക് ലെഫ്റ്റ് വേണ്ടല്ലോ, ലവേഴ്സ് ലുക്ക് ഔട്ട്. ഈ താഴത്തെ കണ്ടോ? മുഴുവൻ എന്തത് താഴ്ച നോക്കിയേ, മുഴുവൻ ട്രീസ്. കൊക്ക പിള്ളേരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ മേളിൽ കൂടെ നടക്കുമ്പോൾ കാണുന്ന ഈ ചൈനയിലൊക്കെ ഗ്ലാസ് വോക്കില്ലേ? ഗ്ലാസ് വോക്ക് ചിലതിലുണ്ട്. എന്നിട്ട് ഇങ്ങനെ അതിനകത്ത് തന്നെ ആനിമേഷൻ പോലെ അതിങ്ങനെ അങ്ങനെ പൊട്ടിപ്പോണ രീതിയിൽ ആൾക്കാരെ പേടിച്ചു. നല്ല ഹൈറ്റ് ഉണ്ട്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങ് അവിടെ ടോപ്പൊക്കെ എന്തോ ഒരു മൗണ്ടൻ്റെ ടോപ്പ് കാണാം. പാറമട. ഫോട്ടോ ഒക്കെ എടുക്കാൻ അടിപൊളി സ്ഥലം കേട്ടോ അത്. ആർക്കെങ്കിലൊക്കെ സേവ് ദ ഡേറ്റോ ചെയ്യാനായിട്ട് നല്ല സ്ഥലമാണ്. വീഡിയോഗ്രാഫിയോ ഫോട്ടോഗ്രാഫിയോ. അതെ. ഇത് എന്തുകൊണ്ടാ ഇത്? എന്താ സംഭവം? ഹോം ഓക്ക്. ഇത് ഓക്ക്, ഇത് രണ്ടും ഓക്കാണ്. പക്ഷെ എന്തോ അതിലുള്ളൊരു ടൈപ്പ് വ്യത്യാസം. ഹോം ഓക്ക്, സിസിൽ ഓക്ക്. ഓക്കിൻ്റെ മരം, ഓക്കിൻ്റെ ഇല. ഇതും ഈ പുള്ളി ഇതാണ് ഏക്കോൺ എന്ന് പറയണേ. നമ്മൾ നേരത്തെ ഇപ്പം കണ്ട സാധനമാണല്ലേ? ഓക്കെ. More of Ireland's ancient oak forests were harvested centuries ago, leaving very few native oaks wood of any scale remaining. ഇനി കുറച്ച് ഒക്കെ ഉള്ളൂന്നാണ് പറഞ്ഞത് ഇവിടെ. മോസ്റ്റ് ഓഫ് ദം ഹാർവെസ്റ്റ് ചെയ്തു കഴിഞ്ഞു.
കുറേ നടക്കാനുണ്ടാവുമോ? ഇവിടെ കയറിയിട്ട് അത്യാവശ്യം 1-2 പോകണമെങ്കിൽ കൂടെ ഇറങ്ങി താഴെ. അതെ, തൂങ്ങി ഇറങ്ങാം. ഓപ്ഷൻ നമ്പർ 1. കഴിഞ്ഞ വ്ളോഗിൽ നമ്മൾ ക്ലിഫിൽ പോയി നടന്നു മടുത്ത്. ഇനി ഇവിടെ ബാക്കിക്കാർ പറ്റത്തില്ല. അയ്യോ, ഇവിടെ തിരിച്ച് റിട്ടേൺ ബസ്സില്ല അല്ലേ? എവിടെ ചെന്നാലും നടപ്പാണല്ലോ ദൈവമേ. ഓരോന്നും കണ്ട് കണ്ട് പോവാണ്. Many people believe that this was the first type of tree, ക്രിസ്മസ് ട്രീ. ഇത് വെച്ചിട്ടാണ് ക്രിസ്മസ് ട്രീ ഉണ്ടാക്കണമെന്നാണ് പണ്ട് ആൾക്കാരൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നത്. തമ്മിൽ ഫോറസ്റ്റായിട്ട് ഇവിടെ കുരങ്ങന്മാരൊന്നുമില്ലല്ലോ. നമ്മളുണ്ടല്ലോ അല്ലേ? പിള്ളേർ നടന്നു എടുക്കുമ്പം ഇങ്ങോട്ട് കയറ്റി ഇട്ടാൽ മതി. പിള്ളേരൊന്ന് റിലാക്സ് ആവും. ഓരോ ബേർഡ്സ് ആണ് ഈ ഇവിടെയുള്ള. ഓ, അതങ്ങനെ തിരിച്ചു കഴിയുമ്പം അതെവിടെ നിൽക്കുന്ന ആ ബേർഡിൻ്റെ സൗണ്ട് കേൾക്കും. കിങ്ഫിഷർ നമ്മുടെ നാട്ടിലുള്ള ഉണ്ടാകും. ഇപ്പം കേട്ടോണ്ടിരിക്കുന്ന സൗണ്ട് ഈ ബേർഡിൻ്റെ. നമുക്കറിയാവുന്ന അത് മാത്രമല്ല. അതെ, കേട്ടോ കുറേ ബേർഡ്സ് ഉണ്ട്. റോബിൻ, ബ്ലാക്ക് ക്യാപ്പ്, കിങ്ഫിഷർ, ബ്ലാക്ക് ബേർഡ്, പീച്ചൻ. അത് കൊള്ളാമല്ലേ സംഭവം? പിള്ളേർക്കൊരു എൻ്റർടൈൻമെൻ്റ് ആവും. ഓരോരോ പക്ഷികളെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻ. എന്തോരം പക്ഷിയാണ്? ട്രീ ക്രീപ്പറോ? ഇതാണ് നമ്മുടെ സ്വന്തം കിങ്ഫിഷർ. ഈ പക്ഷീനെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? പൊന്മാൻ. വിജയ് മല്യാരുടെ സ്വന്തം പൊന്മാൻ. ഇതും ഫുൾ ഓക്ക അല്ല, ഇവിടെ വേറെണ്ണോ? ഓരോ ട്രീസിന്റെ കട്ടാണ്. ഓരോ ട്രീസിൻ്റെ റിയൽ ട്രീസിൻ്റെ കട്ട. ഏതാ? ഡഗ്ലസ് ഫിർക്കോൺ. ഇത് ശരിക്കും ഒരു ഡ്രോൺ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് മേളിൽ നല്ല വ്യൂ കിട്ടും. പക്ഷേ ഇവിടെ അലൗഡല്ല. എന്തായിരിക്കും റീസൺ എന്ന് അറിയത്തില്ല. ഡ്രോൺ അലൗഡല്ല. നേരെ വെർട്ടിക്കലായിട്ട് പോവല്ല, നമ്മളിങ്ങനെ സ്പിൻ ചെയ്ത് പോവുക ചെയ്യണം. അതാണോ ഇനി മറ്റേ ഉടൻ ട്രീ ടോപ്പ് വോക്ക്? ഇതിപ്പോൾ നമ്മൾ ട്രീ ടോപ്പിൽ കൂടെ ഒരു ഏറ്റവും മേളിൽ കൂടെ പോവാൻ ശരിയാണ്. നമ്മൾ കണ്ട പോലെ വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പോവല്ല, നമ്മളിങ്ങനെ ഓരോ അങ്ങോട്ട് എൻ്റർ ചെയ്യാൻ തോന്നുന്നു. ഇവിടെ നിന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളിപ്പം പറഞ്ഞ അതിൻ്റെ പേരെന്തായിരുന്നു? ഏർക്കണോ? ഡഗ്ലസ് ഫിർക്കോണോ? ഡഗ്ലസ് ഫിർക്കോൺ. അതിന്റെ റൈപ്പൻഡ് ഉണ്ട്, അതാണ് മറ്റേ. അത് കുറച്ച് ഡ്രൈ ആയതല്ലേ? മറ്റേ ഫ്രഷ്. ആ സംഭവമാണ് പെയിന്റ് ഒക്കെ അടിച്ച് നമ്മൾ ക്രിസ്മസ് ട്രീയിലൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഇടുന്നത്. പക്ഷെ ട്രീയും ക്രിസ്മസ് ട്രീ പോലെ ഇരിക്കുന്നുണ്ടല്ലേ? അതെ. ഇതുപോലത്തെ ഒരു ട്രീ നമ്മൾ നാട്ടിൽ കണ്ടിട്ടുണ്ട്. ഈ ടൈപ്പ് ട്രീ ആണോ? അതാണ് എൻ്റെ ഓർമ്മ. നാട്ടിൽ ആ മരത്തെ ഫുള്ള് ഡ്രൈ ആയിട്ടുള്ളതാണ്. ഇതിൽ ഫുള്ള് ഡ്രൈ അല്ല, ഇതിൽ മുഴുവൻ ഡ്രൈ ആയിട്ടുള്ളതാണ്. നമ്മൾ ഭയങ്കര അഡ്വഞ്ചർ ആയിട്ടുള്ളൊരു നടത്താൻ പോണെ. ചുമ്മാ നടന്ന കേട്ടോ. അയ്യോ, എന്താ ഇങ്ങനെ വെക്കുക, കാലെടുത്ത് ഇങ്ങനെ വെക്കുക. ഓ, ഇതത്ര പേടിയൊന്നും തോന്നത്തില്ല ഇതിൽ. ഇത് സിമ്പിളല്ലേ? ഇത് താഴത്തേക്ക് നോക്കല്ലേ? ചൈനയുടെ ഗ്ലാസ് ടവർ എന്നതായിരിക്കും എൻ്റെ അമ്മ. അതെ, ഒരു ദിവസം ചൈനയിൽ പോകണം, ഗ്ലാസ് ടവർ കാണാം. അത് വേറെ ഷേപ്പല്ല അതിൻ്റെ. ഇതൊക്കെ എനിക്കൊന്ന് ഓക്കുമരങ്ങളായിരിക്കും ഇതൊക്കെ. ഈ മുട്ടയുടെ പോലെ ഉണ്ട്, മറ്റേ കുറച്ചും കൂടെ സ്കിന്നി സ്കെയിലിംഗ് ഉള്ളത്. നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നു. നടന്ന് പോയിന്റ്. അതെ, നമുക്ക് അവിടെ എത്തേണ്ടത്. ഇവിടുന്ന് കാണത്തില്ലേ ട്രീ ടോപ്പ്? അതിൻ്റെ ഏറ്റവും മേളിലെത്തണം. നമ്മളിത് കഴിഞ്ഞൊരു ബീച്ചിലും കൂടെ പോകാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷെ നടക്കുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ എത്രയും സമയം? എത്രയും 3 മണിയായി. തിരിച്ച് വരുമ്പോൾ ഒരു 4-4:30 ആവും. അത്രയാവും. ഇതിൻ്റെ ക്ലോസ് ലുക്കാണ് മറ്റേ ട്രെയിൻ നല്ല. ഇത് വോക്ക് ഇങ്ങനെയുള്ളത്. ഓ, ഇവർ ഫ്രെയിമോട് കൂട്ടി ഫോട്ടോ എടുക്കാനായിട്ടാ. ഇവിടുന്ന് ഫോട്ടോ എടുത്താലോ? ചേട്ടൻ അതിസാഹസികമായിട്ടുള്ള യാത്രയിലാണ്. ഇത് മറ്റേ കുഞ്ഞു പിള്ളേർ പോണ സാധനങ്ങളാ. നമ്മളൊക്കെ കുട്ടിത്തരം മാറാത്തവരായതുകൊണ്ട് കുഴപ്പമില്ല.
സോണിച്ചേട്ടൻ വീണ്ടും പഴയ 10 വയസ്സിലേക്ക് പോയി. ആ അതാന്ന് തോന്നുന്നു മറ്റേ അവണ്ടോൽ ഹൗസ്. ആ അതിനകത്ത് നല്ല കാഴ്ചകളുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമുക്ക് എന്ത് സമയമില്ല, നമ്മൾ അതിൻ്റെ ടിക്കറ്റും എടുത്തിട്ടില്ല. അതിന് അഗെയിൻ 16 euro ആ അന്യായമാണ്. അതെ, അതിൽ പക്ഷേ അതിൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ നല്ല രസമുണ്ട്. പക്ഷേ ഇതെങ്ങനെയുണ്ടെന്ന് കാണാം. ഇതിങ്ങനെയാണ് സംഭവം, പക്ഷെ കാണാനൊരു രസമൊക്കെ ഉണ്ട്. ഓ ചേട്ടൻ്റെ ഒരു കഴിവ്. ബ്രില്യൻസ്. Right, let's go. Look, there's a queue behind you. No, it's okay. You fly. ചേട്ടനെ കൊച്ചിനെ തോപ്പിച്ച് കളഞ്ഞു. ആ സ്കിന്നില്ല. ആ അത് യൂക്കാലിപ്സ്. അതെ അതെ, കാരണം വെച്ചാൽ നമ്മുടെ നാട്ടിലുള്ള സംഭവമാണ്. ആ സോ അതിനപ്പുറം കാണുന്ന 2 മരവും യൂക്കാലിപ്സ് ആണ്. യൂക്കാലിപ്സും ഓക്കും പിന്നെ വേറെ എന്തോ ഉണ്ട് ഇവിടെ കൊത്തിൽ കൂടുതലുള്ള യൂക്കാലിപ്സ് മരങ്ങൾക്കിടയിൽ കൂടി 2 യുവമിഥുനങ്ങളെ പോലെ വാരി പുണർന്ന് ടണല് കയറി. ആ കുട്ടികളും ഈ കുട്ടികളും ഒരുപോലെ. അതാണല്ലോ ഹൊറർ എഫക്റ്റ്. ഇവിടെ കുറേ ഇന്ത്യൻസും മലയാളീസൊക്കെ വരുന്നുണ്ട് കേട്ടോ. കേട്ടോ നമ്മൾ ട്രീ ടോപ്പിൻ്റെ അടിയിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ അടിയിൽ നിന്ന് ട്രീ ടോപ്പിൻ്റെ അടിയിലാണ് നിൽക്കണേ. ഇതിൻ്റെ ഹൈറ്റ് ഉണ്ടോ? നമുക്ക് അങ്ങ് അവിടെ ആ മേളിലെത്തണം. എന്നിട്ട് അവിടെ നിന്നുള്ള വ്യൂ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കണം. അതിൻ്റെ കൺഫ്യൂഷൻ ഈ വീഡിയോസ് കൂടെ ഉണ്ട്. ആ വീഡിയോസ് ടവർ ലെഫ്റ്റിലേക്ക്, ട്രീ ടോപ്പ് ഷോപ്പ് ലെഫ്റ്റിലേക്ക്, ബേബി ചേച്ചി റൂമും ടോയ്ലറ്റും റൈറ്റിലേക്ക്. അതിൻ്റെ ഇവിടെ ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം. സ്ലൊവേനിയയിലുണ്ട്. ഓ ഈ സെയിമോ? ഓ അപ്പോൾ അയർലൻഡ് മാത്രമല്ല, ഇത്രയും രാജ്യത്തുണ്ട് ഇവിടെ. കാനഡയിലുണ്ട്. ഓ കാനഡ, അയർലൻഡ്. അയർലൻഡിൽ 2022 ഓപ്പൺ ചെയ്തു. ഫ്രാൻസ്, ഓക്കെ, സ്ലോവേനിയ, സ്ലോവാക്യ, ചെക്ക് റിപ്പബ്ലിക് എഗെയിൻ 2 ഉണ്ട് അവിടെ. ജർമ്മനി, വീണ്ടും ജർമ്മനി. ജർമ്മനിയിലാണല്ലോ കുറേ. 4ാമത്തെ ജർമ്മനി, ഓസ്ട്രേലിയ, ജർമ്മനിയിൽ 5 എണ്ണം. ആ അത് കൊള്ളാം. ജർമ്മനിയിലെ ഇത് മെറ്റലാക്ക് എന്നൊരു സംഭവം അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവിടെ മാത്രമല്ല, ഇത്രയും രാജ്യത്തുള്ള സാധനമാണ് ഇത്. ഇന്റർനാഷണൽ ട്രീ ടോപ്പാണ്. 2022 സ്റ്റാർട്ട് ചെയ്തത്. 2022. ഇപ്പോൾ 2 വർഷമായി. 2 വർഷം ആകുന്നു അല്ലേ. ഇതാണ് എൻട്രൻസ്. നമ്മളെ വരവേൽക്കാൻ ഇവിടെ ഒരു കരടി, ഒരു സെക്യൂരിറ്റി ഉണ്ട് യൂണിഫോം ഒക്കെ ഇട്ട്. ചെറിയൊരു ഷോപ്പ്. ആ ഷോപ്പിൽ എന്താ ഉള്ളത് നോക്കിയിട്ട് വരാം. ചെറിയ ടോയ്സ്, ചെറിയ പ്ലേറ്റുകൾ, ഇവിടെ ക്യാൻഡില്, ഓയിൽസ്. ഇവിടെ ഒരു പാമ്പുണ്ട് കേട്ടോ. അയർലൻഡിൽ നിന്ന് പാമ്പിനെ പുറത്താക്കിയതല്ലേ. സ്നാക്സ്, നിപ്പ, ഒവാല്, ബാറ്റ്മാൻ. പിന്നെ കീ ചെയിനുകൾ, പേരൊക്കെ എഴുതിയ കീ ചെയിൻ, സ്നാക്സ്, ഡ്രിങ്ക്സ്. പേഴ്സ്, വാലറ്റ്സ്. അവിടെയും ചെറിയ ചെറിയ ടോയ്സും സോഫ്റ്റ് ടോയ്സും പരിപാടിയൊക്കെ. പമ്പര അല്ലേ, പഴയ പമ്പര. ഇവിടെ ഉണ്ട് കേട്ടോ കുറേ പമ്പരങ്ങൾ. ആ ഓരോരുത്തരുടെ ഹെയ്ഡന്, ആൻഡ്രൂ, ബെന്ന്, ആദം, എല്ലാവരുടെ ഐറിഷ് പേര് വെച്ചിട്ടുള്ള മഗ്. അതിപ്പോൾ നമ്മൾ ടൂറിസ്റ്റ് പ്ലേസ് ആകുമ്പം അതിൻ്റെ തൊട്ടടുത്തുള്ള ഷോപ്പുകളിലൊക്കെ പൊതുവെ വില കൂടുതലായിരിക്കുമല്ലോ. നമുക്ക് ഓക്കെ, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. അഡൽട്സ് ആർ റെസ്പോൺസിബിൾ ഓൺ ബിഹേവിയർ. നമ്മുടെ പിള്ളേരെ നമ്മൾ നോക്കണം, അവരുടെ ബിഹേവിയർ നോക്കണം എന്ന് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. വുഡൻ ഹൗസിലേക്കുള്ള ഈ വഴി കോൺക്രീറ്റ് ചെയ്തതാണ്. ഉടനല്ലേ? ഉടനോട് കയറുവാണ് കണ്ടോ. ഓ അത്രയും സ്ഥലത്ത് മാത്രമേ ഉള്ളൂ, ജസ്റ്റ് ബേസിൽ മാത്രമേ ഉള്ളൂ. ബാക്കി ഇനി അങ്ങോട്ട് ഉടൻ തന്നെയാണ് പറഞ്ഞത് തിരിച്ചെടുത്തിരിക്കുന്നു. കോൺക്രീറ്റ് തികഞ്ഞില്ല. അപ്പോൾ ഒരു കോൺക്രീറ്റ് എക്സ്പെൻസീവ് ആയിരുന്നു തോന്നുന്നു. അവിടെ വരുന്ന എല്ലാവരും ഹൊറർ സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ടാണ് തിരിച്ചു വരുന്നത്.
കയറി വരുന്നത്. നമ്മൾ ഇറങ്ങുമ്പോൾ മാത്രമേ നടക്കണ്ട. ആ ഇല്ലേ ആണോ? ബൈപ്പാസ് ചെയ്തു. ഓ ശരി. ഇറങ്ങുമ്പോൾ നമുക്ക് താഴത്തെ വഴി കൂടെ അല്ലേ, വെറുതെ അല്ല നമ്മുടെ ഓപ്പോസിറ്റ് ആരാ ഞാൻ അവിടെ. ഓ അവർ ബാർബിക്ക് നമുക്ക് ചെയ്യാമോ അവിടെ നിന്നിട്ട്? ബാർബിക്ക് ഉണ്ടാക്കണ കണ്ടിട്ട് തന്നെ നമ്മൾ വന്ന വഴി മറന്നു. പിള്ളേർക്കാണെങ്കിൽ സ്ലൈഡ് ചെയ്ത് വരാൻ പോകും. എവിടെ? ഓ ഓ അതങ്ങനെ നമുക്ക് മേളിൽ നിന്ന് താഴത്തേക്ക് വരാം. നമുക്കും വരാം. നമുക്കൊന്നും എക്സ്പീരിയൻസ് ചെയ്യാം. എനിക്ക് എത്ര ഇൻട്രസ്റ്റ് ഇല്ലാത്ത പരിപാടിയാ. ഞാൻ നടന്നിറങ്ങിക്കോളാം. ആ സോൾച്ചാണി എൻ്റെ ക്യാമറ ഒന്ന് വിടാം. ഓ ഇവിടെയാണ് അത് മേളിൽ നിന്ന് ഇവിടെ വന്ന് സ്ലൈഡ് എൻഡ് ചെയ്യണത് ആയിരിക്കും. ആ ഇതുണ്ടോ മേളിൽ? ഓ ഇങ്ങനെ കാണാൻ അടിപൊളിയാട്ടോ. ഇതുണ്ടോ ആ നമുക്ക് മേളിൽ നിന്ന് ഈ സ്ലൈഡിൽ കൂടെ ഇങ്ങനെ താഴ്ത്ത് ഇറങ്ങി ഇവിടെ എൻഡ് ചെയ്യും. നേരത്തെ കണ്ടാൽ മാറ്റില്ല. അത് നമ്മൾ താഴെ നിന്ന് മേടിച്ചോണ്ട് പോകാം. നമുക്ക് ഇൻ കേസ് സ്ലൈഡ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ താഴെ നിന്ന് അത് മേടിച്ചോണ്ട് പോകണം തോന്നാം. സോ അവിടെ സോണിച്ചേട്ടൻ അത് പോയി ചോദിക്കാൻ വേണ്ടി പോയിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് മാറ്റി മേടിച്ചിട്ട് വേണം നമുക്ക് മേളിൽ എന്നിട്ട് വേണം ആ സ്ലൈഡേ കയറാൻ. അല്ലാണ്ട് കയറ്റുമെന്ന് അറിയത്തില്ല. മതി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. സോണിച്ചേട്ടൻ്റെ അവിടെ നിന്ന് വിരിച്ച് കിടക്കാൻ പോകും. ഈ സാധനം ഇവിടെ വിരിച്ച് കിടക്കാൻ പോകണം. നമ്മളെ മാറ്റി കിട്ടി. സോണിച്ചേട്ടൻ താഴെ പോയി മേടിച്ചോണ്ട് വന്നു. ഇതിട്ടിട്ട് വേണം സ്ലൈഡ് ചെയ്യാനല്ലേ? കാരണം എനിക്കൊന്ന് ഇത് ലോങ് സ്ലൈഡ് ആയതുകൊണ്ട് ചില ഫ്രിക്ഷൻ കാരണം ബോഡി വാമോ ഹീറ്റ് ആവുകയും ചെയ്യും. സ്റ്റീലല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞു അത് എങ്ങനെയാണെന്ന് ചോദിച്ചൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ട് പോകുന്നത്? ഇത് ഫ്രീ അല്ലേ? എനിക്കറിയത്തില്ല. പിക്സ് മാത്രം ഉള്ളതാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കുവാണ്. നോക്കട്ടെ. എന്തായാലും ഇവിടെ മേളിൽ ചെല്ലുമ്പോൾ ഇവർ പറയും. അത്യാവശ്യം തിരക്കുണ്ടല്ലേ മേളിൽ നോക്കിയാൽ. ആൾക്കാരവിടെ ഭയങ്കര തിരക്കുണ്ട്. ആൾക്കാർ ഇവിടുന്ന് ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ. ഏറ്റവും ടോപ്പിലാണ് അതിൻ്റെ ഒരു ഭംഗി ഇരിക്കുന്നത്. ഏതാ? ഓ അവിടെ കടുക് പോലെ ഇവിടെ നോക്കുമ്പോൾ നമ്മൾ നടന്നു വന്ന എന്താ പറയണേ ബ്രിഡ്ജ്, വുഡൻ ബ്രിഡ്ജ്. ക്യാമറ ശരിക്കും കാണത്തില്ല കാരണം അത്രയ്ക്ക് അകലെയാണ് സംഭവം. ഇവിടെ കൂടുതൽ ആൾക്കാരെ പിള്ളേരൊക്കെ ആയിട്ട് വരുന്നത്. അവർക്കൊരു എൻജോയ്മെൻ്റ് ആയിരിക്കും ഇത്. സ്ട്രോളറൊക്കെ ആയിട്ട് വരുന്നവർക്ക് ഈസി ആയിട്ട് ഇതിലെ ബാർബിക്കൂരിപ്പോൾ എവിടെ നമ്മളവിടെ അവിടെ ബാർബിക്യൂ ചെയ്യണമല്ലേ? സമ്മറൊക്കെ തീരാറായപ്പോഴും ആൾക്കാർ ബാർബിക്യൂ ചെയ്യണം. ശരിക്കും അയർലൻഡിൽ ഈ ജനുവരി ഓഗസ്റ്റ് 1 മുതൽ ഓട്ടം സ്റ്റാർട്ട് ചെയ്തു. കഴിഞ്ഞ ജൂലൈ 31 വിൻ്റർ ഇവിടെ ഫിനിഷ് ചെയ്തു. ഇനിയിപ്പോൾ ടൈമിങ് മാറും. ഈ മാസം അവസാനം മാറും. വീണ്ടും 5.5 മണിക്കൂർ ഡിഫറൻസ് ആവും ഇന്ത്യ ആയിട്ട്. അപ്പം ഇനി കാലാവസ്ഥ ഇങ്ങനെ ക്ലൗഡി ആയിരിക്കും, ഡള്ളായിരിക്കും. ഇനി വലിയ കുഴപ്പമില്ല. 50-50 റേഞ്ച് കിട്ടും. അടുത്ത വ്യൂ കാണിച്ചു തരാം. നോക്കി ഇവിടെ നിന്ന് അടുത്തേക്ക് നോക്കി. സർക്കസിൻ്റെ കുഴൽക്കിണർ പോലെ ഉണ്ട് ശരിക്കും. അല്ല കുഴൽക്കിണർ മരണക്കിണർ എന്ന് പറയുന്നത്. അതെ ഒരു കാറ്റെടുത്താൽ മതി. അവിടെ കോറി ഉണ്ടോ? നല്ല ഓ അവിടെ എന്തോ സ്പയർ ആണോ നോക്കിയില്ല? സ്പയറാ? ഇല്ല. നേരത്തെ കണ്ടാൽ മാറ്റില്ല. അത് നമ്മൾ താഴെ നിന്ന് മേടിച്ചോണ്ട് പോകാം. നമുക്ക് ഇൻ കേസ് സ്ലൈഡ് ചെയ്ത് വരണമെങ്കിൽ നമ്മൾ താഴെ നിന്ന് അത് മേടിച്ചോണ്ട് പോകണം തോന്നാം. സോ അവിടെ സോണിച്ചേട്ടൻ അത് പോയി ചോദിക്കാൻ വേണ്ടി പോയിക്കും. അങ്ങനെയാണെങ്കിൽ അവിടുന്ന് മാറ്റി മേടിച്ചിട്ട് വേണം നമുക്ക് മേളിൽ എന്നിട്ട് വേണം ആ സ്ലൈഡേ കയറാൻ. അല്ലാണ്ട് കയറ്റുമെന്ന് അറിയത്തില്ല. മതി ജസ്റ്റ് ഇങ്ങനെ പിടിച്ചാൽ മതി. സോണിച്ചേട്ടൻ്റെ അവിടെ നിന്ന് വിരിച്ച് കിടക്കാൻ പോകും. ഈ സാധനം ഇവിടെ വിരിച്ച് കിടക്കാൻ പോകണം. നമ്മളെ മാറ്റി കിട്ടി. സോണിച്ചേട്ടൻ താഴെ പോയി മേടിച്ചോണ്ട് വന്നു. ഇതിട്ടിട്ട് വേണം സ്ലൈഡ് ചെയ്യാനല്ലേ? കാരണം എനിക്കൊന്ന് ഇത് ലോങ് സ്ലൈഡ് ആയതുകൊണ്ട് ചില ഫ്രിക്ഷൻ കാരണം ബോഡി വാമോ ഹീറ്റ് ആവുകയും ചെയ്യും. സ്റ്റീലല്ലേ? അവരെന്തെങ്കിലും പറഞ്ഞു അത് എങ്ങനെയാണെന്ന് ചോദിച്ചൊന്നുമില്ല. ഞാൻ എന്തുകൊണ്ട് പോകുന്നത്? ഇത് ഫ്രീ അല്ലേ? എനിക്കറിയത്തില്ല. പിക്സ് മാത്രം ഉള്ളതാണോ ഒന്നും എനിക്കറിയില്ല. ഞാൻ എന്തായാലും നോക്കുവാണ്. നോക്കട്ടെ. എന്തായാലും ഇവിടെ മേളിൽ ചെല്ലുമ്പോൾ ഇവർ പറയും. ഹാഫ് വേ ആയിട്ടില്ല. ജസ്റ്റ് സ്റ്റാർട്ടിങ് ആയിട്ടുള്ളൂ. മേടിക്കണ്ട. നമ്മൾ നേരത്തെ താഴത്ത് വെച്ച് കണ്ട യുക്കാലിപ്സ് മരങ്ങളുടെ ഹൈറ്റിൻ്റെ ഒപ്പം എത്തി നമ്മൾ. ഒക്കെ ഇതാണ് നമ്മൾ താഴത്ത് വെച്ച് കണ്ടില്ലേ? ആ ഹൈറ്റിൻ്റെ ഒപ്പം എത്തി. അപ്പോൾ ഈ ട്രീ ടോപ്പിൻ്റെ ഹൈറ്റ് ഒന്ന് ഓർത്ത് നോക്കിയാൽ ചെവി അടയണ പോലെ തോന്നുന്നുണ്ടോ? ഓ ഇത് സ്ലൈഡിങ്ങിന് വേണ്ടിയുള്ള ക്യൂ അല്ലേ? ഇവിടെ നമുക്ക് നടക്കാൻ പറ്റേ. സ്ലൈഡിങ് ഞങ്ങൾ ഉപേക്ഷിച്ച്. കാരണം നമുക്ക് സ്ലൈഡിങ്ങിൻ്റെ ഉള്ള ക്യൂ ഇതപ്പോൾ അവിടെ വരെ
ചെന്ന് തീരാനാണെന്നറിയത്തില്ല. ഉണ്ടോ? 360 ഡിഗ്രി വ്യൂ. ആ ആ നമുക്ക് ഈ നിൽക്കുന്നവരൊക്കെ സ്ലൈഡ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക അവിടെ. ഇത്രയും പേര് പോയിട്ട് എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. അപ്പം നമുക്ക് അത്രയും സമയം കളയാനില്ല. അതുകൊണ്ട് നമ്മൾ അത് സ്കിപ്പ് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് നടന്നിറങ്ങാമെന്ന് ഓർക്കുക. ആ കഫേ, അത് കഫേയാണോ നമ്മൾ നേരത്തെ ഇറങ്ങി വന്ന കഫേ അല്ലേ? ഓ അതെ, അത് കഫേ. ഇവിടെ നോക്കിയേ, ഇനി ഒരു റൗണ്ടും കൂടെ ഉണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ ഏറ്റവും ടോപ്പിലെത്തി. നമ്മൾ ഈ പ്രാവശ്യം എല്ലാം മേളിലുള്ള പോക്കുകളല്ലേ? ഡൊണകളിൽ അതെ, ഡൊണകൾ എല്ലാം ആകാശം മുട്ടയുള്ള യാത്രകളാണ്. ഡൊണകളിൽ പോയി നമ്മൾ ക്ലിഫിൻ്റെ മേളിലെത്തി. അത് ഏറ്റവും ടോപ്പല്ല, എന്നാലും അത്യാവശ്യം ടോപ്പാണ്. ഇവിടെ എത്തി, ട്രീയുടെയും ടോപ്പിലെത്തി, ക്ലിഫിൻ്റെയും ടോപ്പിലെത്തി. അങ്ങനെ നമ്മൾ ടോപ്പിലെത്തിയിരിക്കുകയാണ്. പിന്നെ ആൾക്കാർ ഫോട്ടോ എടുക്കുന്ന തിരക്കില്ല. ഏറ്റവും ടോപ്പ്, ഏറ്റവും താഴെ. കുറച്ചെണ്ണം എടുത്ത് വെള്ളം കുടിച്ചു പോയി. അടിപൊളി. എവിടെ? ഓ വിൻമില് അങ്ങ് അകലെ വിൻമിലൊക്കെ. പശുക്കളെ അത്രയും കൂട്ടം കൂടി ഒരു സ്ഥലത്ത് ആദ്യമായിട്ടാണ്. കാരണം കഴിഞ്ഞ ദിവസം സ്കാറ്റേഡ് ആയിരിക്കും. ഉണ്ടാവും ഇവിടുന്ന് കണ്ടാൽ മനസ്സിലാത്ത പോലും ഇല്ല അല്ലേ? ആ ഓ ഇങ്ങോട്ട് നോക്കിയാലും വലിയ വലിയ മൗണ്ടൻസ്. ഇത് നമ്മുടെ ഫ്ലോറിൽ നിന്ന്, അതായത് നമ്മുടെ താഴത്തെ ഈ ഫോറസ്റ്റിൻ്റെ ഫ്ലോറിൽ നിന്ന് 38 മീറ്റർ ഉയരത്തിലാണ് ഈ ഒരു ട്രീ ടോപ്പ് വാക്ക് എന്ന് പറയും ഈ സംഭവം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അത്രയധികം ഹൈറ്റിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് ചെറിയ ഗ്യാപ്പുണ്ട്. അതുകൊണ്ട് ഫോണൊക്കെ സൂക്ഷിച്ചൊക്കെ പിടിച്ചാണ്. ചിലപ്പം നല്ല സ്ലിം ഫോണൊക്കെ ആണെങ്കിൽ താഴെ വീണ് കഴിഞ്ഞാൽ നേരെ താഴത്തേക്ക് പോകും. പിന്നെ താഴെ പോയി പെറുക്കിയെടുത്താൽ മതി. ഏറ്റവും നല്ല വ്യൂ ഇതാണ്. ആ അവിടെ കാണാൻ നല്ല പച്ചപ്പുണ്ട്. നല്ല രസമുണ്ട് കേട്ടോ. മൗണ്ടൻസ് എല്ലാം നല്ല ക്ലൗഡ് കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഞാനിത് ഇപ്പോഴും ശ്രദ്ധിച്ചത് കണ്ടോ, ഇവിടെ കൗണ്ടി ഓഫ് എക്സ്ഫോർഡ് എന്ന് എഴുതിയിട്ട് കേട്ടോ. നേരെ ആ കാണുന്നത് കൗണ്ടി ഓഫ് എക്സ്ഫോർഡ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പുറത്ത് നമ്മുടെ സൗത്ത്, ഇത് സൗത്ത് സൈഡ്. ഇത്രയേ ഉള്ളോ? ആ അങ്ങനെ കുറേ ഉണ്ട്, ഓരോ സ്ഥലത്ത് എഴുതിയിട്ടുണ്ട്. ഇത് ഞാനിപ്പോഴാണ് കാണുന്നത്. ഇവിടെ ഇതെന്താ എഴുതിയേക്കണം? എന്തിൻ്റെ ഹെഡ് ഓഫീസ്? ഈക്ക് ഹെഡ് ഓഫീസ് 1390 കിലോമീറ്റർ അപ്പുറത്ത്. ഇവിടെ സ്റ്റോമുള്ള സമയത്തോ തണ്ടർ സ്റ്റോമുള്ള സമയത്തോ ഇവിടെ നിൽക്കില്ലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഡേഞ്ചറാണ്. അടുത്തത് ഈസ്റ്റ്, ഇത് ഈസ്റ്റ്. നേരെ അങ്ങോട്ട് വിക്ലോ ഹെഡ് 14 കിലോമീറ്റർ അപ്പുറത്ത്. വിക്ലോ ഹെഡ് ഓഫ് മാൻ 160 കിലോമീറ്റർ അകലെ. ഊട്ടി വിക്ലോ ആ ഡയറക്ഷനിൽ. അവിടെ കണ്ടോ, അവിടെ എന്തോ കൺസ്ട്രക്ഷൻ്റെ എന്തോ ഒരു നടക്കുന്നുണ്ട് അവിടെ. കൗണ്ടി ഡൗണോ? ഡൗൺ, അത് നോർത്തേൺ ഐലൻഡ്. ആ ഓക്കെ, നോർത്ത് ഐലൻഡ്. അത് നമ്മൾ നേരത്തെ പോയ കഫേ അതിൻ്റെ പുറത്ത്. ലാസ്റ്റ് 185 കിലോമീറ്റർ. കൗണ്ടി ആൻഡ്രീം. ഡബ്ലിൻ 45 കിലോമീറ്റർ. നമുക്ക് അങ്ങോട്ട് പോകേണ്ട ഡയറക്ഷനിലാണ്. കൗണ്ടി ഡബ്ലിൻ. ട്രെയിൻ പോകുന്നതായിരിക്കും. പിന്നെ ഇത് നോർത്ത് അങ്ങോട്ട്. നമുക്ക് നോർത്ത് സൈഡിലാണ് പോകേണ്ടത്. ഇത് എന്നാ കാർലിംഗ് ഫോർഡ് അഡ്വഞ്ചർ 120 ആ ശരി 2 പട്ടികളുണ്ടോ? ഓ ശരി. ആ അവര് ഗൈഡ് ചെയ്തോണ്ട് പോകണല്ലേ. ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഇതിൻ്റെ വീഡിയോ ഞാൻ പണ്ടിട്ടിട്ടുണ്ട് കേട്ടോ.
ലൂത്ത് അങ്ങോട്ട് നേരെ, പിന്നെ സ്കൈ പാർക്ക് 123 കിലോമീറ്റർ അപ്പുറം, കൗണ്ടി ധർമ്മ, അങ്ങോട്ട് കൗണ്ടി ഡെറി, കൗണ്ടി മനഗൻ, ഇത് കൗണ്ടി ഇത് തുടങ്ങിയിട്ടുണ്ട്. അങ്ങോട്ട് പറയുമ്പോൾ ചിലപ്പം ഡിസ്റ്റർബൻസ് ഉണ്ടാവും. ഇത് കൗണ്ടി മീത്ത്, നേരെ അങ്ങോട്ട് കൗണ്ടി ടൗണുകൾ, നമ്മൾ ലാസ്റ്റ് പോയത് ടൗണുകളിൽ നേരെ അങ്ങോട്ട് രാത്രം 2.3 കിലോമീറ്റർ അപ്പുറത്ത് ആ വഴിക്ക് നമ്മൾ വന്നത്. കൗണ്ടി ക്യാബൻ അങ്ങോട്ട്, വെയിൽ ഓഫ് ക്ലാര അങ്ങോട്ട്, അതുകൊണ്ട് ആൾക്കാർ പോകണമുണ്ടോ മകലയാണ്. പിന്നെ കൗണ്ടി ഫെർമനാൻ, കൗണ്ടി വെസ്റ്റ് മീത്ത്, കൗണ്ടി ലട്രിൻ, കൗണ്ടി കിൽഡെയർ, കൗണ്ടി ലോങ്ഫോർഡ്, കൗണ്ടി സ്ലൈഗോ, ലാൻഡലോഗ്, കൗണ്ടി മയോ, കൗണ്ടി ഓഫലി, റോസ്കോമൺ, ഗോൾവേ 190 കിലോമീറ്റർ അപ്പുറത്ത്. പിന്നെ ഏതോ ഒരു മൗണ്ടൈൻ 70 കിലോമീറ്റേഴ്സ് അപ്പുറത്തേതാണ് കൗണ്ടി ലോയ്സ്. അപ്പോൾ ഒരുമാതിരി എല്ലാ കൗണ്ടിയിൽ നിന്ന് ഇവിടെ നിന്ന് കാണാൻ പറ്റും. അത് ശരിയാ. ഇവിടെ നോക്കിയാൽ പല സ്ഥലത്തും ചിലയിടത്ത് സണ്ണുണ്ട്, ചിലയിടത്ത് സണ്ണില്ല. ഇവിടെ നോക്കിയപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കാണാം. സണ്ണ് വന്ന് നിൽക്കുന്നിടത്ത് നല്ല രസം, നല്ല ബ്രൈറ്റ് ആയിട്ട് ഇപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇപ്പം അവിടെ ഡൗൺ ആയിരുന്നു, നല്ല ബ്രൈറ്റ് ആയി. അഡ്വഞ്ചർ ഗെയിംസും ഒക്കെ കാണുന്നുണ്ട് ഇതിനകത്ത്. വെരി ഗുഡ്. പിള്ളേരും വലിയവർക്കും ഒക്കെ എൻജോയ് ചെയ്യാം, ഒരുമിച്ച് അതുപോലെ എൻജോയ് ചെയ്യാൻ പറ്റും. വലിയവർക്ക് ആ മേളിലത്തെ പനോരമിക് വ്യൂ ആണ് ശരിക്കും നല്ലതായിട്ട് കാണാം. പല കൺട്രിയിലും പല പല ഡിസൈനുണ്ട്. അതിൽ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞാൽ ജർമ്മനിയിലാണ്ടോ റിവറിന്റെ ഇതാണ് വ്യൂ പോയിന്റ് ആയിട്ട്. സോ അതുപോലെ സീസണലായിട്ടുണ്ട്. സീസണലായിട്ട് ഇപ്പം ഹാലോവിന് വരുവാണെങ്കിൽ ഇതുപോലെ അതിൻ്റെ ഡെക്കറേഷൻ ഉണ്ടാവും. ക്രിസ്മസ് ട്രീ കാണുന്ന അടുത്ത് രാത്രിയിൽ വ്യൂവിങ് കാണുന്നുണ്ട്. ഇത് വിൻ്റർ സീസണാണ് അവർ പറഞ്ഞത്. ആനുവലായിട്ട് എടുക്കാം, ടിക്കറ്റ് എടുക്കാം. ഒരാൾക്ക് 60 € ആനുവലി എടുക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം. ആ ഒരു ആനുവൽ ടിക്കറ്റ് മതി. കണ്ടോ നമ്മൾ പോയ ബ്രിഡ്ജ്, അത് തിരിച്ച് പോകുന്ന വഴി ഇത് കുറേ ഷോർട്ട് കട്ടാണ്, അത്രയും ഡിസ്റ്റൻസ് വരുന്നില്ല. ഇനി ഒരു ബീച്ച് കാണാൻ പോവാം, ബ്രിട്ടാസ് ബേ ബീച്ച്. എന്താണ് അവിടെ എന്താ പ്രത്യേകതയാണ് നമ്മൾ അത് എനിക്ക് അയർലൻഡിൽ വൺ ഓഫ് ദ ടൈഡിയസ്റ്റ് ബീച്ചാണ്. 5 കിലോമീറ്ററാണ് അതിൻ്റെ ചുറ്റളവ്. പിന്നെ അവിടെ നമ്മൾ പോകുമ്പോൾ നമ്മൾ പേ ചെയ്തിട്ട് പോകുന്നൊരു ബീച്ചാണ്, കാരണം അതുപോലെ അവർ പ്രിസർവ് ചെയ്യുന്നുണ്ടാകും തോന്നുന്നു. സോ ദിസ് ഈസ് എക്സിറ്റ്. ഓക്കെ. പിന്നെ നമ്മൾ പോകുമ്പോൾ നമ്മൾ കാലെല്ലാം പ്ലാസ്റ്റിക് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല. കൊച്ചുനാൾ മുമ്പ് ഞാൻ പോകാം, ജസ്റ്റ് എപ്പോഴും മാറി അറിയില്ല കാര്യങ്ങൾ. ജസ്റ്റ് നമുക്ക് നോക്കാം. ഞങ്ങളങ്ങനെ ബീച്ചിലെത്തി, ബ്രിട്ടാസ് ബേ ബീച്ചിലെത്തി. കുറച്ച് ഉള്ളിലേക്ക് അവിടെ നടന്നിട്ട് വേണം പോകാൻ. ചോദിച്ചോട്ടൊരു ആഗ്രഹം ഐസ്ക്രീം കഴിക്കണം. അവിടെ ചെറിയ ഷോപ്പൊക്കെ ഉണ്ട്, ഐസ്ക്രീം ഷോപ്പൊക്കെ ഉണ്ട്. അങ്ങനെയാണല്ലോ. ഒത്തിരി ഐസ്ക്രീം കിട്ടും, ഒത്തിരി പൈസ ഡബിളിയും പോലെയല്ല. അതുകൊണ്ട് ഒരു ബീച്ചാകുമ്പോൾ അടുത്തൊരു ഐസ്ക്രീം ഷോപ്പ് നിർബന്ധമാണ്. അവിടെ ഹോട്ട് ഡോഗ്, ബർഗർ കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുക. അതുകൊണ്ട് ബർഗറൊന്നും വേണ്ട, ഐസ്ക്രീം നല്ലതാണോ നോക്കട്ടെ. താങ്ക് യു. ഞങ്ങളിവിടെ കൊച്ചു പിള്ളേരെ പോലെ ഐസ്ക്രീം, ഇത് ചോക്ലേറ്റ് ഐസ്ക്രീമാണ്. പുറത്ത് നട്ട്സും മേളിലൊരു ചോക്ലേറ്റ് സിറപ്പൊക്കെ ഒഴിച്ച് കൊള്ളാല്ലേ. കൂടുതൽ ക്വാണ്ടിറ്റി തന്നിട്ടുണ്ട്. നല്ലതാണ്, കുറേ ഉണ്ട്. ഇത് മെൽറ്റാകുന്നതിന് നമ്മൾ കഴിച്ച് തീർക്കട്ടെ. നല്ല സോഫ്റ്റ് ആണല്ലോ അല്ലേ. അതാണ് ബീച്ചിലേക്കുള്ള വഴി. നമ്മുടെ എന്താ പറയണേ, ഡെസേർട്ടിലേക്ക് നടക്കുന്ന പോലെ. പക്ഷേ മണലിന് ചൂടില്ലെന്നേ ഉള്ളൂ, തണുപ്പുണ്ട്. നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, കാല് കൊഴിഞ്ഞു പോകണം അല്ലേ. ആൾക്കാരൊക്കെ ഇവിടെ മറ്റേ ബീച്ച് വോളിബോൾ കളിക്കുന്നു. കുറച്ച് പേര് ടെൻ്റ് ഒക്കെ സെറ്റ് ചെയ്ത് അവിടെ ഇരിക്കുന്നു. വലിയ തിരക്കൊന്നുമില്ല, 4 ആൾക്കാരുണ്ട്. കുറേ പേര് ബീച്ചിൽ ഇറങ്ങിയിട്ട് കുളിക്കുന്നുണ്ട്. എന്താ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുമ്പം മണലല്ല, അത് ചരളല്ലേ. ഇവിടെ ഉണ്ട് ചരൾ, ഇങ്ങനത്തെ ചരളാണ്, നല്ല രസമുണ്ട്.
തണുത്ത വെള്ളമാണോ? അയ്യോ, നല്ല തണുപ്പ് വെള്ളത്തിന്. എനിക്ക് മനസ്സിലാവുന്ന ഇത്ര തണുപ്പത്തപ്പോൾ അവരെങ്ങനെ കുളിക്കണമെന്നൊരു പിടിയും കിട്ടുന്നില്ല. കേട്ടോ, ഇത് എങ്ങനത്തെ ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇങ്ങനത്തെ ഒരു എന്താ പറയുക, ഈ ചരള് പോലത്തെ സംഭവം ഒരു ബീച്ചിൽ കണ്ടിട്ടുണ്ട്, ബ്രെയിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ അതൊക്കെ കുറച്ചും കൂടെ അകലെ. ഇത് ഇത്രയും കടലിൻ്റെ അടുത്ത് നല്ല തണുപ്പ് വെള്ളത്തിന്. കണ്ട അവിടെയൊക്കെ കണ്ട കുഞ്ഞു പിള്ളേർ വരെ അതിനകത്ത് ഇറങ്ങി കുളിക്കുന്നത്. എനിക്കൊരു 2 മിനിറ്റ് കാല് മുക്കിയപ്പോൾ തന്നെ നല്ല തണുപ്പ് തോന്നുന്നുണ്ട്. നല്ല തണുപ്പുണ്ട്. UK നമ്മളിങ്ങോട്ട് ഫ്ലൈറ്റിൽ നമ്മൾ ലാൻഡ് ചെയ്യുമ്പോൾ 10,000 വിൻമില്ലുണ്ട്. ബീച്ചൊക്കെ കണ്ടല്ലോ. ഒരു നോർമൽ ബീച്ച്, പക്ഷെ ഒരു ശാന്തമായിട്ടുള്ളൊരു ബീച്ച്. അല്ലേ തോന്നിച്ചേട്ടാ? വൈൽഡല്ല, വേവ്സ് ഒക്കെ നല്ല ചെറിയ വേവ്സ്. അത്യാവശ്യം അവിടെ ഒത്തിരി വലിയ ഡീപ്പല്ല. പക്ഷെ നമ്മൾ ഇന്നാളെ വെക്സ്ഫോർഡ് പോയപ്പം കണ്ട അത്ര ഒരു അടിപൊളി ബീച്ചൊന്നും പറയാനില്ല. പക്ഷെ നല്ലൊരു കുഴപ്പമില്ലാത്തൊരു ബീച്ച് വിക്ലോയിൽ. കയറി കഴിയുമ്പോൾ നമ്മൾ കാലൊക്കെ ക്ലീൻ ചെയ്തിട്ട് വേണം പോകുന്നത്. കാരണം വണ്ടികളൊക്കെ അല്ലെങ്കിൽ പൊടിയും ചെളിയൊക്കെ ആവും. ഇവിടെ ഇങ്ങനത്തെ ടാപ്പുകളുണ്ട്. നമ്മൾ കൈ നമുക്ക് കാലൊക്കെ കഴുകി വാഷ് ചെയ്യാം. എന്നാലും കുളി വേണ്ട. ഇന്നത്തെ കുളി കഴിഞ്ഞു. കുളിക്കേണ്ടവർക്ക് ഒരു കുളിക്കേണ്ടവർക്ക് ഷവറുണ്ട് അകത്ത്. അവർക്ക് വേണമെങ്കിൽ ഷവറൊക്കെ ചെയ്തിട്ട് വീട്ടിൽ പോകാം. നമ്മുടെ ചെരുപ്പും ഷൂസൊക്കെ നമ്മൾ കാറിനകത്ത് ഇട്ടേക്കണം. അപ്പം ഇങ്ങനെ നടക്കുമ്പോൾ കാലിൻ്റെ അടിയിലൊക്കെ പൊടിയാവും. കുറച്ച് കഴിയുമ്പോൾ സോക്സും ഷൂസൊക്കെ ഇട്ടാൽ മതി. അപ്പോൾ നമ്മളിനി തിരിച്ച് വീട്ടിൽ പോകാൻ നമുക്ക് ഇന്ന് പ്രത്യേകിച്ച് കാഴ്ചകൾ കാണാനൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് 2 പേർക്ക് ഓഫായിരുന്നു. അപ്പോൾ എന്തായാലും ചുമ്മാ ഒരു പെട്ടെന്നൊരു പ്ലാൻ ചെയ്ത് ഞങ്ങൾ വിക്ലോയിലെ 1-2 സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതായിരുന്നു. എന്തായാലും ഇപ്പം ഈ വീഡിയോ അവിടെ നിർത്തുകയാണ്. അപ്പോൾ നമുക്കിതുപോലെ വേറെ എന്തെങ്കിലും കാഴ്ചകളായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ.